Hello all, welcome back to our Kato Studio. So, നിങ്ങൾക്ക് ബ്ലെൻഡറിൽ എങ്ങനെ വിഷ്വലൈസേഷൻ ആർക്കിടെക്ചർ വിഷ്വലൈസേഷൻ ചെയ്യാം, അതുമായി ബന്ധപ്പെട്ട് ബ്ലെൻഡർ എങ്ങനെ കസ്റ്റമൈസ് ചെയ്യണം, അതിൻ്റെ ഇൻ്റർഫേസ് എങ്ങനെ നമ്മൾ മാറ്റിയെടുക്കണം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ക്ലാസ്സിൽ അതെങ്ങനെയൊക്കെ അത് ഇൻസ്റ്റാൾ ചെയ്യണം മുതൽ എങ്ങനെ നമ്മളെ ഒരു ബ്ലെൻഡർ ക്ലാസ്സിലേക്ക് വേണ്ടിയിട്ട് നമ്മുടെ ബ്ലെൻഡറിനെ കൺവേർട്ട് ചെയ്യാം, അതിൻ്റെ ഇൻ്റർഫേസ് എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതിൻ്റെ വളരെ ഷോർട്ടാക്കിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതുവരെയും ബ്ലെൻഡർ കൺവേർട്ട് ചെയ്യാത്ത ആളുകൾക്ക് ഇത് നന്നായി ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ബ്ലെൻഡർ എങ്ങനെ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ബ്രൗസറിൽ പോയിട്ട് നിങ്ങൾ ഇവിടെ ജസ്റ്റ് blender.org എന്ന സൈറ്റിൽ കയറുക. ബ്ലെൻഡർ ORG കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ബ്ലെൻഡർ 4.5 ഇപ്പം ഏത് ലേറ്റസ്റ്റ് വെർഷൻ അതിവിടെ കാണാം. അതിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ഇവിടെയും ക്ലിക്ക് ചെയ്യാം, അതല്ലെങ്കിൽ ഇവിടെ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യാം മുകളിൽ. എന്നിട്ട് ഈ ഒരു ഡൗൺലോഡ് പേജിൽ വന്നിട്ട് ഡയറക്റ്റ് നിങ്ങളുടെ മാക് OS ആണെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങളുടെ വിൻഡോസ് ആണെങ്കിൽ ഏത് OS ആയാലും നിങ്ങൾക്ക് നിങ്ങളുടെ ആർക്കിടെക്ചർ അനുസരിച്ച് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് നോർമലി ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ബ്ലെൻഡർ നെക്സ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുത്ത് അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ക്വസ്റ്റ്യൻ കാര്യങ്ങളൊക്കെ ക്ലിക്ക് ചെയ്ത് അക്സെപ്റ്റ് ചെയ്തിട്ട് എല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു ബ്ലെൻഡർ ഫയൽ ഒരു ഐക്കൺ നിങ്ങളെ ഡെസ്ക്ടോപ്പിൽ കാണാൻ പറ്റും. അപ്പോൾ അതാണ് ലേറ്റസ്റ്റ് വെർഷൻ ഉണ്ടാവുക 4.5. സോ അത് ഇനി ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് കാണാം എന്തെല്ലാമാണ് നിലവിൽ ബ്ലെൻഡറിൽ നമുക്ക്. സോ എൻ്റെ സെക്കൻഡ് സ്ക്രീനിൽ അത് ഓപ്പൺ ആയിട്ടുണ്ട്. ജസ്റ്റ് ഒരു 10 സെക്കൻഡ്സ് മാക്സിമം പിടിക്കുള്ളൂ ബ്ലെൻഡർ ഓപ്പൺ ആവാൻ. ഓക്കെ, 10 അല്ല, ഒരു 5 സെക്കൻഡ്സ്. ഓക്കെ, നിങ്ങളെ കമ്പ്യൂട്ടർ പോലെ ഇരിക്കും. എനിവേ നിങ്ങളെ സ്പെക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ ഒരു മാക്സിമം 5 സെക്കൻഡ്സിൽ ബ്ലെൻഡർ ഓപ്പൺ ആവും. സോ നമ്മളത് ബ്ലെൻഡർ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ സെക്കൻഡ് സ്ക്രീനിൽ ഇത് ഡ്രാഗ് ചെയ്ത് മുകളിലേക്ക് ഇട്ടു. സോ നിങ്ങൾക്ക് എൻ്റെ ബ്ലെൻഡർ ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ടല്ലോ. സോ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിൽ നമുക്ക് ഫസ്റ്റ് കാണുന്ന ഈ സ്ക്രീനിൻ്റെ പേരാണ് ബ്ലെൻഡറിൻ്റെ സ്പ്ലാഷ് സ്ക്രീൻ എന്ന് വിളിക്കും, സ്പ്ലാഷ് സ്ക്രീൻ. സോ സ്പ്ലാഷ് സ്ക്രീനിൽ നമുക്ക് മെയിനായിട്ട് ബ്ലെൻഡറിൻ്റെ ഒരു ആർട്ട് വർക്ക് കാണാം. പ്ലസ് നമുക്ക് പഴയ വെർഷൻ ബ്ലെൻഡർ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് അതിലത്തെ പഴയ സെറ്റിങ്സും അതിലത്തെ ആഡ് ഓൺസും എല്ലാം പ്രിഫറൻസ് എല്ലാം ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്താൽ മതി. അത്രയേ ഉള്ളൂ ആ ഒരു സംഭവം ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ പഴയ സെറ്റിങ്സും പഴയ കാര്യങ്ങളും കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് പോയിന്റ്സിലാണ് നമുക്ക് വേണ്ട രീതിയിൽ ബ്ലെൻഡറിൻ്റെ ലാംഗ്വേജ് മാറ്റാനും തീം മാറ്റാനും അതുപോലെ കീ മാപ്പിംഗ് മാറ്റാനും അത് ഏത് രീതിയിലാണെന്നുള്ള രീതിയിലൊക്കെ. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ തൽക്കാലം ഒന്നും ചെയ്യുന്നില്ല. ഇതിൽ ലെഫ്റ്റ് റൈറ്റ് മൗസ് സെലക്ഷൻ ലെഫ്റ്റിലാണോ റൈറ്റിലാണോ എന്നാണ് ചോദിക്കുന്നത്. സോ ലെഫ്റ്റ് തന്നെ കീപ്പ് ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റ് എല്ലാം അതുപോലെ തന്നെ കീപ്പ് ചെയ്തിട്ട് സേവ് ന്യൂ പ്രിഫറൻസ് കൊടുക്കുന്നു. സോ നിങ്ങൾക്ക് മാനുവലി എങ്ങനെ ബ്ലെൻഡർ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് സ്പ്ലാഷ് സ്ക്രീൻ വരും. നെക്സ്റ്റ് സ്പ്ലാഷ് സ്ക്രീനിൽ നമുക്ക് ഇവിടെ ജനറൽ യൂസ് ചെയ്യാം. ഓക്കെ, ജനറൽ യൂസ് ചെയ്തു. ഇത്രയും കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ 3-4 കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ക്യാമറ, അതുപോലെ ഒരു ഫ്ലോർ ബാക്ക്ഗ്രൗണ്ട് കാണാം, പിന്നെ ഒരു ക്യൂബ് കാണാം, അതുപോലെ ലൈറ്റ് കാണാം. സോ ഇത്ര കാര്യം നിലവിൽ അവിടെ നിൽക്കട്ടെ. നമുക്ക് ഇതിൻ്റെ കസ്റ്റമൈസേഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ഇവിടെ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഇവിടെ ഈ ഒരു 4 എല്ലാ ബട്ടൺസിലും വന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിലുള്ള ഷോർട്ട് കട്ട്സ് റിമൂവ് ചെയ്യുക. റിമൂവ് ഷോർട്ട് കട്ട്സ് അത് എന്തിനാണെന്നുള്ളതൊക്കെ നമ്മുടെ ക്ലാസ്സിൽ ഓൾറെഡി ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് സന്ദർശിക്കാം. അതിനുള്ള ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലോ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഏത് മാധ്യമത്തിലാണോ എൻ്റെ വീഡിയോ കാണുന്നത് അതിലെൻ്റെ കോൺടാക്ട് നമ്പറോ എന്നെ കോൺടാക്ട് ചെയ്താൽ നമ്മുടെ ക്ലാസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. സോ ഇതിലുള്ള ഷോർട്ട് കട്ട്സ് ആണ് ആദ്യം റിമൂവ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇതിലെല്ലാം ചെയ്തുവെങ്കിലും ഇതിൽ വീണ്ടും നമുക്ക് കാണാം. സോ 2 ഷോർട്ട് കട്ട്സ് ഒക്കെ ചിലതിൽ കാണാം. സോ അതുകൊണ്ട് നിങ്ങൾ വീണ്ടും ഒന്നുകൂടി ചെക്ക് ചെയ്യണം. റൈറ്റ് ക്ലിക്ക്. ഓക്കെ, സോ ചില ബട്ടൺസിൽ 2 തവണ നമ്മൾ റിമൂവ് ഷോർട്ട് കട്ട് കൊടുക്കണം. സോ എല്ലാം പോയെന്ന് ഞാൻ കൺഫേം ചെയ്തു. അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ലാസ്റ്റിൽ വന്ന് കോർണറിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ അസറ്റ് ബ്രൗസർ വേണമെങ്കിൽ കൊടുക്കാം. അസറ്റ് ബ്രൗസർ എന്തിനാണെന്നുള്ളതൊക്കെ നമ്മുടെ ക്ലാസ്സിൽ പറയുന്നുണ്ട്. ഇത്തരം കാര്യം തൽക്കാലം ചെയ്യാം ഫസ്റ്റ് ടൈം ആയിട്ട്. ബാക്കി ഞാൻ കാണിച്ചിരുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ഷോർട്ട് കട്ട് കാണാം, W ആണ്. ഈ W ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട് കട്ട്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഈ സെലക്ഷൻ്റെ, കണ്ടോ? അപ്പോൾ അത് നമുക്ക് ഈ ഒരു സെലക്ഷൻ ബോക്സ് മാത്രം മതി. അതുകൊണ്ട് സെലക്ഷൻ ബോക്സ് എടുത്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അസിസ്റ്റന്റ് ഷോർട്ട് എടുക്കുന്നു, W ക്ലിക്ക് ചെയ്യുന്നു, W. സോ W ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി സെലക്ഷൻ ബോക്സ് മാത്രമേ കിട്ടുള്ളൂ. അതുപോലെ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അസിസ്റ്റന്റ് ഷോർട്ട് എടുക്കുന്നു, Alt W ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ Alt W ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് മെഷർമെൻറ്റ് ടൂളും കിട്ടും. W ക്ലിക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നോർമൽ സെലക്ഷൻ കിട്ടും.
ബാക്കി എല്ലാത്തിനും ഓൾറെഡി ഷോർട്ട് കട്ട്സ് ഉണ്ട്, നമ്മൾ അത് തന്നെയാണ് കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇതിലുള്ളത് നമ്മൾ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ഓക്കെ, Alt W. ഓക്കെ, അത്ര കാര്യം നിങ്ങൾക്ക് കിട്ടി. പിന്നെ നമുക്ക് എഡിറ്റ് മോഡിലേക്ക് വരാം, പ്രിഫറൻസിലേക്ക് വരാം. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് മെനുവിൽ ഇൻ്റർഫേസിൽ സ്റ്റാറ്റസ് ബാറിൻ്റെ അവിടെ വന്നിട്ട് സിസ്റ്റം മെമ്മറി, വീഡിയോ മെമ്മറി, അത് നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാം. ഇത് രണ്ടുമാണത്. പിന്നെ അതുപോലെ സീൻ സ്റ്റാറ്റിക്സ്. അപ്പോൾ മൂന്നാമതൊരു സംഭവം കൂടി വന്നു. ഓക്കെ, ഈ 3 സംഭവങ്ങൾ ഓൺ ആക്കിയിരുന്നു. വേറെ ചേഞ്ച് ഒന്നും ഇവിടെ വരുത്തുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് വ്യൂ പോർട്ടൽ നമ്മളൊന്നും ചേഞ്ച് ചെയ്യുന്നില്ല. ഇവിടെ ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല. ഗെറ്റ് എക്സ്റ്റൻഷനിൽ വരിക, അവിടെ എലോ ഓൺലൈൻ ആക്സസ് കൊടുക്കുന്നു. അപ്പോൾ കുറച്ച് എക്സ്റ്റൻഷൻസും പ്ലഗിൻസോ അല്ലെങ്കിൽ ആഡ് ഓൺസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് നമ്മൾ CAD എന്ന് സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ CAD ഫയൽ ഇമ്പോർട്ട് ചെയ്യാനുള്ള CAD ഇമ്പോർട്ടർ നമുക്ക് കിട്ടും. ഇതാണ് ഇമ്പോർട്ട് CAD ഫയൽസ്, AutoCAD ഫയൽ. അപ്പോൾ ഇൻസ്റ്റാൾ കൊടുക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ സ്കെച്ചപ്പ് ഫയൽ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും, മാക്സ് ഫയൽ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഇവിടെ മാക്സും സെർച്ച് ചെയ്യുന്നു. മാക്സും സെർച്ച് ചെയ്യുമ്പോൾ മാക്സിൻ്റെ വന്നിട്ടുണ്ട്, ഇൻസ്റ്റാൾ കൊടുക്കുന്നു. ഇവിടെ സ്കെച്ചപ്പിന് വേണ്ടിയിട്ട് എസ്കേപ്പ് എന്ന് സെർച്ച് ചെയ്താലും നമുക്കത് കാണാൻ കഴിയില്ല. കാരണം അത് ബ്ലെൻഡർ അതിൻ്റെ ഒരു വെരിഫിക്കേഷൻ്റെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാനിവിടെ യൂസർ ഡാറ്റ കൊടുക്കുന്നുണ്ട്. ഈ റെപ്പോസിറ്ററിയിൽ വന്നിട്ട് യൂസർ ഡാറ്റ കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് സ്കെച്ചപ്പ് തന്നെ സെർച്ച് ചെയ്തെടുക്കാം. സ്കെച്ചപ്പ്. ഓക്കെ, ഇവിടെ റിപ്പോസിറ്ററി മാറ്റിയിട്ട് യൂസർ ഡാറ്റ. ഓക്കെ, സംഭവം ഓക്കെയാണ്. വരുന്നില്ലെങ്കിൽ ഞാനൊരു സൈറ്റ് കാണിച്ചു തരാം. ആ സൈറ്റിൽ പോയിട്ട് നമുക്ക് ഇവിടെ ഒരു ഇമ്പോർട്ടർ കൂടി ലാസ്റ്റ് ടൈം ആയിട്ട് നോക്കാം. ഇമ്പോർട്ടർ നമുക്ക് സ്കെച്ചപ്പ് ഉണ്ടെങ്കിൽ നേരിട്ട് ഡൗൺലോഡ് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ ഒരു സൈറ്റിൽ കയറിയിട്ട് എടുക്കണം. ആ സൈറ്റ് എങ്ങനെ എടുക്കുക എന്നുള്ളത് കാണിക്കാം. ഓക്കെ, എനിവേ നമുക്കത് കാണുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് നമുക്ക് സ്കെച്ചപ്പ് ഇമ്പോർട്ടർ ചെയ്യുന്ന ടൂൾ കാണുന്നില്ല, പ്ലഗിൻ കാണുന്നില്ല. സോ ഇവിടെ വരിക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, വിസിറ്റ് എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞൊരു സംഭവം കാണാം. ഈ ഒരു ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിസിറ്റ് എക്സ്റ്റൻഷൻ പറഞ്ഞ ഈ സൈറ്റിലേക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കൊരു സൈറ്റ് കാണാം. ഈ സൈറ്റ് നമുക്ക് ശരിക്കും പറയണമെങ്കിൽ നമ്മുടെ പ്ലഗിൻസ് ഒക്കെ കിട്ടുന്ന ഒരു സൈറ്റാണ്. അപ്പോൾ നമുക്ക് വേണ്ട പ്ലഗിൻസ് ഒക്കെ ഇതിൽ അത്യാവശ്യം നമുക്ക് കിട്ടും. ഫ്രീ ആണ് എല്ലാം, ഓൾമോസ്റ്റ് എല്ലാം ഫ്രീ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇവിടെ ഒന്ന് സെർച്ച് ചെയ്താലും ഇത് കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. സോ ഞാൻ അത് ഓൾറെഡി ഗൂഗിൾ വഴി സെർച്ച് ചെയ്തിട്ടുണ്ട്. ഗൂഗിളിൽ ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ ത്രൂ തന്നെ ചെയ്യണം. ഗൂഗിളിൽ ഞാൻ എൻ്റെ ബ്രൗസറിൽ കാണിക്കാം. ഗൂഗിളിൽ സ്കെച്ചപ്പ് ഇമ്പോർട്ടർ ബ്ലെൻഡർ എക്സ്റ്റൻഷൻ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ കണ്ട സെയിം സൈറ്റ് ഇവിടെ വരും. അതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് സ്കെച്ചപ്പ് ഇമ്പോർട്ടർ കിട്ടും. ഇതിൻ്റെ പേര് സ്കെച്ചപ്പ് ഇമ്പോർട്ടർ തന്നെയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കിട്ടുന്നില്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഗൂഗിൾ വഴി സെർച്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട് ദിസ് എക്സ്റ്റൻഷൻ ഹാസ് നോട്ട് ബീൻ റിവ്യൂഡ് അറ്റ്. സോ ഇത് അവർ റിവ്യൂ ചെയ്യാത്തൊരു സാധനമാണ്. സോ അതുകൊണ്ട് അതിൻ്റെതായ ഒരു കോഷനാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യണം. ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്ലഗിൻ കിട്ടും. അത് നിങ്ങൾക്ക് ഡയറക്റ്റ് ഫയൽ മാനേജറിൽ പോയിട്ടായാലും അതല്ല ഇവിടെ നിന്ന് തന്നെ ഡ്രാഗ് ചെയ്തിട്ട് നിങ്ങൾ ബ്ലെൻഡറിലേക്ക് വന്നിട്ട് ഇവിടെ ജസ്റ്റ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ നമ്മൾ ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻസ്റ്റാൾ ആവും. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവിടെ വന്നു. അതിന് ചെറിയ കോഷൻ കാണിക്കുന്നുണ്ട്, ഞാൻ ആ പറഞ്ഞ റീസണാണ്. സോ ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് അവിടെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഗെറ്റ് എക്സ്റ്റൻഷനിൽ 3 ഇമ്പോർട്ടൻ്റ് കാര്യം ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഒത്തിരി വേറെയും പ്ലഗിൻസ് ഒക്കെ ഉണ്ട്. അതിലിപ്പോൾ ഒന്ന് ബെഗാപ്പൈ പറഞ്ഞൊരു പ്ലഗിനൊക്കെ ഉണ്ട്. സോ അതൊക്കെ നമുക്ക് ഭാവിയിൽ പറയാം. സോ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട അത്യാവശ്യം 3 കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ഒരു 3 ആഡ് ഓൺസ്. നെക്സ്റ്റ് നമ്മൾ ഗെറ്റ് എക്സ്റ്റൻഷൻ ഇങ്ങനെ ആഡ് ഓൺസിലേക്ക് പോകാം. ആഡ് ഓൺസ് പോലും കാര്യമായിട്ട് ഇപ്പോൾ നിലവിൽ നമുക്ക് ഈ നോഡ് ബ്ലാങ്കർ ഓൺ ആക്കാനുണ്ട്. നോഡ് ബ്ലാങ്കർ, ഓക്കെ, NOD അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കിട്ടും. നോഡ് ബ്ലാങ്കർ ഓൺ ആക്കണം. പിന്നെ നമുക്ക് അത്യാവശ്യമുള്ള വേറൊരു പ്ലഗിൻ ഉണ്ട്. അതിൻ്റെ പേര് മാജിക് UV എന്നാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ മാജിക് എന്ന് സെർച്ച് ചെയ്യുന്നു. മാജിക്. സോ അത് വന്നിട്ടില്ല. എനിക്കൊന്ന് അതെന്തുകൊണ്ട് വരാത്തതെന്ന് വെച്ചാൽ നമ്മൾ ഗെറ്റ് എക്സ്റ്റൻഷനിൽ വരണം, റിട്ടേൺ. എന്നിട്ട് ഇവിടെ മാജിക് എന്ന് സെർച്ച്, കാരണം അത് ഓൺലൈനിൽ കിടക്കുന്ന ഒരു ആഡ് ഓൺ ആണ്. ഇത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച ആഡ് ഓൺസ് ആണ്. നമ്മൾ ഇൻബിൽട്ട് ആഡ് ഓൺസ് ആണ്. ബ്ലെൻഡറിൻ്റെ കൂടെ വരുന്ന ആഡ് ഓൺസ് ആണ് പകുതിയും എല്ലാം. ഇതിലുള്ള ആഡ് ഓൺസിലുള്ള എല്ലാം ഓക്കെ. കൂടെ നമ്മൾ ഡൗൺലോഡ് ചെയ്തതും ഉണ്ട്. ഈ ഒരു ആഡ് ഓണും ഈ മാക്സ് ആഡ് ഓണൊക്കെ നമ്മൾക്ക് ഡൗൺലോഡ് ചെയ്തതാണല്ലോ. ഓക്കെ, എനിവേ ഗെറ്റ് എക്സ്റ്റൻഷനിൽ റിട്ടേൺ വരുന്നു. എന്നിട്ട് ഇവിടെ നമ്മൾ മാജിക് എന്ന് സെർച്ച് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും മാജിക് UV എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്ലഗിന് നമുക്ക് നല്ല ഉപയോഗമുള്ള ഒരു പ്ലഗിനാണ്. സോ അത് ഇൻസ്റ്റാൾ ചെയ്തു. ഞാനിവിടെ വേറെ പ്ലഗിൻ സെർച്ച് ചെയ്യുന്നത് ആൻറ്റി എന്ന് വെച്ചിട്ടാണ് പേര്. കാണുന്നില്ല. ആൻറ്റി സിം എന്നാണ് പേര്. ഓക്കെ, അത് നമുക്ക് കാണുന്നില്ല.
എനിക്ക് തോന്നുന്നത് പിന്നീട് നമ്മൾ മറ്റ് ഗിറ്റ് ഹബ്ബ് പറഞ്ഞ സൈറ്റ്, ഗിറ്റ് ഹബ്ബ് അറിയാലോ നിങ്ങൾക്ക്, മറ്റേ പ്രോഗ്രാം സോഫ്റ്റ്വെയർസ് എല്ലാം നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സൈറ്റ്. സോ ഗിറ്റ് ഹബ്ബിൽ കയറിയിട്ട് നമുക്കത് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, സോ ഇതിപ്പോൾ ആൻറ്റിസിം ഇവിടെ ഇല്ല. ഗിറ്റ് ഹബ് ആണോ അതോ മറ്റൊരു ഫ്രീ അതുപോലത്തെ ഒരു സൈറ്റിൽ നിന്നാണ് നമുക്ക് കിട്ടുക. എന്തായാലും ആൻറ്റിസിം ഫ്രീ ആണ്. അത് നമ്മുടെ സീംലെസ് ആയിട്ട് നമുക്ക് പല ടെക്സ്റ്റേഴ്സിനും സീംലെസ് ആയി കൺവേർട്ട് ചെയ്യാൻ പറ്റിയ ആഡ് ഓൺ ആണ്. എനിവേ അത് നമ്മൾ ചെയ്തു. ഇനി നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു ആഡ് ഓൺസ്, ഓക്കെ, നമ്മൾ മാജിക് വ്യൂവും നോഡ് ബ്ലാങ്കറാണ് ഒപ്പം നിലവിൽ ഓൺ ആക്കിയിട്ടുള്ളത്. ഓക്കെ, തൽക്കാലം നമ്മൾ ഇത്രയും കാര്യങ്ങൾ നോക്കി. നെക്സ്റ്റ് നമ്മൾ തീമിലേക്ക് വന്നിട്ട് ഇവിടെ ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല. പിന്നെ ഇൻപുട്ടിലേക്ക് വരുന്നു. തീമിൽ നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് 3D വ്യൂ പോർട്ടിൽ വന്നിട്ട് ഈ വയർ എന്നുള്ള ഭാഗം ഒന്ന് മാറ്റിയിട്ട് വൈറ്റിലേക്ക് കുറച്ച് കൊണ്ടുവരാം. അതായത് നമ്മൾ പ്ലാനൊക്കെ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്ലാൻ്റെ ആ ലൈന് വൈറ്റ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വയറിൽ വൈറ്റ് കൊടുത്തത്. ഓക്കെ ഓക്കെ, അപ്പോൾ അത് നമ്മൾ ചേഞ്ച് വരുത്തിയിട്ട് നാവിഗേഷൻ ഇവിടെ നമ്മൾ കാര്യമായിട്ടൊന്നും വരുത്തുന്നില്ല, ചേഞ്ച് വരുത്തുന്നില്ല. കീ മാപ്പിൽ നമുക്ക് ചേഞ്ച് വരുത്താനുണ്ട്. അതിൽ നമ്മൾ ഇവിടെ കീ മാപ്പിൽ വന്നിട്ട് സ്ലാഷ് ക്ലിക്ക് ചെയ്യുക. സ്ലാഷ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ലോക്കൽ വ്യൂവിൽ ഈ ഒരു ഭാഗത്ത് രണ്ടാമത്തെ കോളത്തിൽ ഇവിടെ നമുക്ക് ഫ്രെയിം സെലക്റ്റഡ് എന്ന ഭാഗമുണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യാം, അൺചെക്ക് ചെയ്യാം. ഞാനത് വർക്കിംഗ് ആണോ നോക്കട്ടെ. യെസ്, വർക്കിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ ഏതിനാന്നുള്ളതൊക്കെ ഞാൻ ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾ ചെയ്തു വെക്കണം. സ്ലാഷ് ക്ലിക്ക് ചെയ്തിട്ട് അതുപോലെ നമ്മൾ നെക്സ്റ്റ് സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒപ്റ്റിക്സ് ക്ലിക്ക് ചെയ്യുക, പിന്നെ NVIDIA കൊടുക്കുന്നു. ഇത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. എൻ്റെ കമ്പ്യൂട്ടറിൽ ഇതാണ് ബെസ്റ്റ്. സോ ഒപ്റ്റിക്സും NVIDIയുടെ ഇത് മാത്രം ടിക്ക് ഇടുന്നു. കൂടുതൽ നിങ്ങൾ ഇതിനെ നെറ്റിൽ സെർച്ച് ചെയ്തിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ബ്ലെൻഡറിൽ ഒപ്റ്റിക്സ് ആണോ ക്യൂഡ് ആണോ നിങ്ങളുടെ RTXന് അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രാഫിക്സിന് നല്ലത് എന്ന് സെർച്ച് ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഗ്രാഫിക്സിൻ്റെ പേരൊക്കെ സെർച്ച് ചെയ്തിട്ട്. ഓക്കെ, പിന്നെ ഇവിടെ ഓപ്പൺ ചെയ്യൽ മറ്റ് വോൾക്കാൻ കൊടുക്കുക, പിന്നെ ഇവിടെ രജിസ്റ്ററും കൂടി ക്ലിക്ക് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യാം. വേറെ ചേഞ്ചസ് ഞാൻ അവിടെ വരുത്തുന്നില്ല. ഓക്കെ, ഇനി സേവ് ആൻഡ് ലോഡിൽ വരിക. ഇവിടെ കാര്യമായിട്ടൊന്നും ചേഞ്ച് ചെയ്യാല്ല. ഓക്കെ, നെക്സ്റ്റ് ഫയൽ പാത്തിലേക്ക് വരുന്നു. പിന്നെ ഓക്കെ, ഞാൻ ഇവിടെ സേവ് ആൻഡ് ലോഡ്സിൽ ഈ ലോഡ് UI പറഞ്ഞ സംഭവം പറഞ്ഞുതരാം. ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ പ്രൊജക്റ്റ് വരുമ്പോൾ ആ പ്രൊജക്റ്റിലുള്ള ഇൻ്റർഫേസിൽ മാറ്റൊന്നും വരില്ല. പക്ഷേ ഇത് ഓൺ ആണെങ്കിൽ മുന്നേ ആ ഒരു പ്രൊജക്റ്റ് ആരാണോ ഡീൽ ചെയ്ത് അയാൾ ഏത് ഇൻ്റർഫേസിലാണ് അയാൾ വർക്ക് ചെയ്ത് ആ ഇൻ്റർഫേസ് നമ്മുടെ വർക്കിനും ലോഡാവും. സോ അത് വേണ്ട എന്നുള്ളതാണെങ്കിൽ നമുക്ക് നമ്മുടേതായ ഇൻ്റർഫേസ് മാത്രം മതി എന്നുണ്ടെങ്കിൽ ഇത് ഓഫ് ചെയ്തിടണം. ഓക്കെ, ഞാൻ തൽക്കാലം നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടി ഓഫ് ചെയ്തിടുന്നു. ഓക്കെ, അത് ഓഫ് ചെയ്തിടുകയാണെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞ പോലെ വലിയ ബുദ്ധിമുട്ടില്ലാതെ ബിഗിന്നർ ലെവലിൽ കാര്യമായ പ്രശ്നമൊന്നുമില്ലാതെ വർക്ക് ചെയ്യാൻ പറ്റും. സോ അത് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫയൽ പാത്തിൽ വന്നിട്ട് ഇവിടെ പ്ലസ് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ എൻ്റെ അസറ്റ് ലൈബ്രറി എവിടെയാണോ, കാരണം ഇതാണ് നമ്മുടെ അസറ്റ്സ് ലൈബ്രറിൻ്റെ ഒരു ഭാഗം. ഇത് നമുക്ക് ഇൻബിൽട്ട് ആയിട്ട് വരുന്ന കുറച്ച് അസറ്റ്സ് ആണ് ഈ കാണുന്നത്. സോ നമുക്ക് നമ്മുടേതായ ആർക്കിടെക്ചർ വിഷ്വലൈസേഷൻ ഭാഗമായിട്ടുള്ള അസറ്റ്സ് ഉണ്ട്. സോ അതിൻ്റെ അസറ്റ്സിൻ്റെ ഭാഗത്തേക്ക് ഞാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ കമ്പ്യൂട്ടറിൽ ഞാനത് അതർ ഐറ്റത്തിൽ അതേഴ്സിൽ ബ്ലെൻഡർ അസറ്റ്സ് പറഞ്ഞൊരു ഭാഗത്താണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ എൻ്റെതായ ബ്ലെൻഡർ അസറ്റ്സ് എനിക്ക് ഈ ഫോൾഡറിലാണ്. കിച്ചൻ്റെ ഐറ്റംസും ബെഡ്റൂം ഐറ്റംസും എല്ലാം സ്കാറ്റർ ആയിട്ടാണ് കിടക്കുന്നത്, കാറ്റഗറൈസ് ചെയ്തിട്ടില്ല. എന്നാലും ഞാൻ എൻ്റെ പാത്ത് കൊടുത്തിട്ടുണ്ട്, ആഡ് അസറ്റ് കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ എൻ്റെ കുറേ അസറ്റ്സ് ലോഡായിട്ട് വരുന്നത് കണ്ടോ. അപ്പോൾ ഇതൊക്കെയാണ് അസറ്റ്സ്. ഓക്കെ, ഈ അസറ്റ് ലൈബ്രറി എന്തിനാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവല്ലോ. സോ ബിഗിനർ സ്റ്റേജിൽ നിങ്ങൾ ഇതൊക്കെ ചെയ്ത് വെക്കണം. പാത്തും കൊടുത്തിട്ടുണ്ട്. നിങ്ങളിൽ അസറ്റ്സ് ഇല്ലെങ്കിൽ പ്രശ്നമില്ല, അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ക്ലാസ്സിൽ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാം അതിൻ്റെ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇത് എല്ലാവർക്കും ഒരു ഇൻ്റർഫേസും ഭാഗമായിട്ടുള്ള ക്ലാസ്സാണ്, വീഡിയോ ആണ്. സോ ഇതിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഫയൽ പാത്തിൽ പറയുന്നില്ല. സോ ഇത്രയും കാര്യം ചെയ്തല്ലോ. ഓക്കെ, ഇനി നിങ്ങളിവിടെ സേവ് കൊടുക്കുന്നു, സേവ് പ്രിഫറൻസ്. ഓക്കെ, ഞാൻ ഈ ഒരു ഇത് ജസ്റ്റ് മിനിമൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഏരിയ പറഞ്ഞോ ഇല്ല, നമ്മളിപ്പോൾ എഡിറ്റിൽ വന്നിട്ട് പ്രിഫറൻസ് സെറ്റ് ചെയ്തു അല്ലേ. ഇനി നമുക്ക് ചെയ്യാനുള്ള ഫയലിൽ വന്നിട്ട് ഇമ്പോർട്ടിൻ്റെ അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോക്യാഡ് ഇവിടെ DXF ഫയൽ അതിൽ നമുക്ക് ഷോർട്ട് കട്ട് ഉണ്ടാക്കണം. അപ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, അസൈൻ ഷോർട്ട് കട്ട് കൊടുക്കുന്നു, Ctrl+Alt ആയി ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഓട്ടോക്യാഡ് ഇമ്പോർട്ട് ചെയ്യാൻ Ctrl+Alt ആയി. മാക്സ് ഞാൻ അത്ര യൂസിങ് അല്ലാത്തതുകൊണ്ട് എനിക്ക് കൂടുതൽ സ്കെച്ചപ്പ് ആണ്. സോ എൻ്റെ പ്രിഫറൻസ് ഞാൻ സ്കെച്ചപ്പ് ആണ്. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അസൈൻ ഷോർട്ട് കൊടുക്കുന്നു, Ctrl+Shift ആയി. നിങ്ങൾക്ക് വേണമെങ്കിൽ മാക്സ് ആണെങ്കിൽ Ctrl+Shift ആയി മാക്സിന് കൊടുക്കാം.
അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ ഷോർട്ട് കട്ട് കൊടുക്കാം. പക്ഷെ നിങ്ങൾ ഷോർട്ട് കട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ഉറപ്പുവരുത്തണം, അതേ ഷോർട്ട് കട്ട് മറ്റൊന്നും യൂസ് ചെയ്യുന്നില്ല എന്നുള്ളത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ Ctrl+Shift+G നിങ്ങൾക്ക് കാണിച്ചു തന്നു ഇല്ലല്ലോ. Ctrl+Shift+G എന്നുള്ള ഞാൻ ഷോർട്ട് കട്ട് ഇവിടെ കൊടുക്കുകയാണ്. പക്ഷെ അത് കൊടുക്കുന്നതിന് മുന്നേ കാരണം ഇവിടെ ജിയോമെട്രി എന്നുള്ള പേരിൽ G ആണല്ലോ, സോ ഞാൻ അതുകൊണ്ടാണ് G കൊടുക്കുന്നത്. ഇത് എന്തിനാന്നുള്ളതെല്ലാം ഞാൻ പിന്നെ ക്ലാസ്സിൽ പറയുന്നുണ്ട് ഓൾറെഡി. എനിവേ ഞാനിവിടെ Ctrl+Shift+G എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം വേറെ എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ. സോ വേറെ എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ട്, അതാണ് ഇവിടെ ഈ ഒരു ഫംഗ്ഷൻ വന്നത്. സോ എനിക്ക് ഈ ഫംഗ്ഷൻ അത്ര യൂസ്ഫുൾ അല്ല, സോ ഞാനിത് യൂസിങ് ചെയ്യാൻ കുറവാണ്. സോ ഞാൻ ഇതിൻ്റെ ഷോർട്ട് കട്ട് ഈ ഒരു ഫംഗ്ഷൻ വന്ന് ഓഫ് ചെയ്യണം. Ctrl+Shift+G എന്ന ഷോർട്ട് കട്ട് റിമൂവ് ചെയ്തു. ഇപ്പോൾ ഇനി ഇതിന് ഈ ഷോർട്ട് കട്ട് ഇല്ല. Ctrl+Shift+G ഞാൻ വീണ്ടും ക്ലിക്ക് ചെയ്തു, ആ ഫംഗ്ഷൻ വരുന്നില്ല. സോ എനിക്ക് ആ സെയിം ഷോർട്ട് കട്ട് ഇതിന് യൂസ് ചെയ്യാം. സെറ്റ് ജിയോമെട്രി, ഒറിജിൻ ടു ജിയോമെട്രിയിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ആ സെയിം ഷോർട്ട് കട്ട് കൊടുക്കുന്നു, Ctrl+Shift+G കൊടുത്ത്. അതുപോലെ ഇവിടെ സെൻറ്റർ ഓഫ് മാസ് എന്നുള്ള ആ ഒരു പേരുമായിട്ട് മാസിന് M കൊടുക്കുന്നു. അപ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, Ctrl+Shift+M. ഓക്കെ, ഇനി ഇതിൽ Ctrl+Shift+V ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്, കാരണം ഇവിടെ വോളിയാണ്. സോ രണ്ടിലും മാസ് വരുന്നുണ്ട്, പക്ഷേ ഇത് സർഫേസ്, ഇത് വോളിയാണ്. വോളിയത്തിൻ്റെ V ഞാൻ എടുത്തിട്ട് ആ സെയിം ഷോർട്ട് കൊടുക്കുന്നു, Ctrl+Shift+V. അപ്പോൾ എനിക്കറിയാം Ctrl+Shift+V M നിലവിൽ വേറെ ഒന്നും യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ടെസ്റ്റ് ചെയ്യാത്തത്. ജിക്ക് ഓൾറെഡി യൂസിങ് ആണെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു, അത് ഞാൻ ചെക്ക് ചെയ്തു, അപ്പോൾ അവിടെ ഉണ്ട്. ഓക്കെ, ഇനി എനിക്ക് Shift+G പറഞ്ഞ ഷോർട്ട് കട്ട് ഉണ്ട്. Shift+G എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൽ കളക്ഷനാണ് ആവശ്യം. സോ അതിനുവേണ്ടി ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റിമൂവ് ഷോർട്ട് കട്ട് കൊടുക്കുന്നില്ല, ചേഞ്ച് ഷോർട്ട് കട്ടും കൊടുക്കുന്നില്ല, പകരം ഫസ്റ്റത്തെ ഓപ്ഷൻ ആഡ് ടു ക്വിക്ക് ഫേവറേറ്റ് കൊടുക്കുന്നുണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ക്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫേവറേറ്റ് ലിസ്റ്റ് ഉണ്ട്, ആ ലിസ്റ്റിൽ നമുക്ക് കളക്ഷൻ വരും. അത് നമുക്ക് ഇതിനാന്നൊക്കെ ക്ലാസ്സിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ റിലേഷൻ പറഞ്ഞ പാർട്ട് ഉണ്ട്, റിലേഷൻ അതിനുള്ള റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നുണ്ട്, ആഡ് ടു ക്വിക്ക് ഫേവറേറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടെണ്ണം വന്നിട്ടുണ്ട് ക്വിക്ക് ഫേവറേറ്റിൽ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്തു. നെക്സ്റ്റ് നമുക്ക് ഇതുപോലെ സെറ്റ് ഒറിജിൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ഓക്കെ, ഇതിൽ നമ്മൾ എന്ത് ചെയ്തു, റിലേഷന് ആഡ് ചെയ്തിട്ടുണ്ട് ക്വിക്ക് ഫേവറേറ്റിൽ. ഇനി നമുക്കിവിടെ ആഡിലോ കാര്യങ്ങളോ സെലക്റ്റിലോ എന്തെങ്കിലും ഷോർട്ട് കട്ട് എന്തെങ്കിലും സെറ്റ് ചെയ്യാണ്ടെന്ന് നോക്കാം. യെസ്, ഈ വ്യൂവിൽ വന്നിട്ട് നിങ്ങൾക്ക് നാവിഗേഷനിൽ വന്നിട്ട് വാക്ക് നാവിഗേഷൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്, അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എസ്എൻ ഷോർട്ട് കട്ട് കൊടുക്കുന്നു, Shift+F ക്ലിക്ക് ചെയ്യുന്നു. സോ Shift+F വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഈ Shift+Fൻ്റെ ഫംഗ്ഷൻ ഇതാണ് നമ്മളിപ്പോൾ ചെയ്ത സംഭവം. ഓക്കെ, വ്യൂവിൽ നാവിഗേഷനിൽ വാക്ക് ആനിമേഷൻ എന്ന് പറഞ്ഞ ഭാഗത്ത് വാക്ക് നാവിഗേഷനിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് Shift+F ക്ലിക്ക് ചെയ്തു. അപ്പോൾ അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേറെ ഇവിടെ കാര്യമായിട്ടൊന്നും ചേഞ്ച് ചെയ്യാനില്ല. ഓക്കെ, പിന്നെ നമ്മൾ പ്രിഫറൻസ് നമ്മളൊന്ന് സെറ്റാണ്. ഫയൽ നമ്മളിപ്പോൾ എക്സ്പോർട്ട് ചെയ്യുന്നത് അല്ല ഇമ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ ഷോർട്ട് കട്ട് റെഡിയാക്കി. സോ നമ്മളൊരു ബാക്കപ്പിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ ജസ്റ്റ് സേവ് സ്റ്റാർട്ടപ്പ് ഫയൽ കൊടുക്കുന്നു, ഓവറൈറ്റ് കൊടുക്കുന്നു, വീണ്ടും എഡിറ്റിൽ വരുന്നു, പ്രിഫറൻസിൽ വരുന്നു. ഇവിടെ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സേവ് പ്രിഫറൻസ് കൊടുക്കും. നമ്മളെ ഷോർട്ട് കട്ട്സും കാര്യങ്ങളൊക്കെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് സേവ് പ്രിഫറൻസ് കൊടുക്കുന്നത്. ഓക്കെ, നമ്മൾ അപ്ഡേറ്റ് ചെയ്യാണ് നമ്മുടെ സേവിങ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പാർട്ടിലേക്ക് പോവാം. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അത്യാവശ്യം സംസാരിച്ചെന്ന് വിശ്വസിക്കുന്നു. ഫയലിലായാലും ഓൾമോസ്റ്റ് എല്ലാത്തിനും ഷോർട്ട് കട്ട് ഉണ്ട്. യെസ്, ഇവിടെ ഒരു ഷോർട്ട് കട്ട് നമ്മൾ ആഡ് ചെയ്യേണ്ട അപ്പൻഡിന്. ഓക്കെ, അപ്പൻഡിന് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, അസൈൻ ഷോർട്ട് കട്ട് എടുക്കുന്നു, Ctrl+Shift+A ക്ലിക്ക് ചെയ്യുന്നു. അപ്പൻഡിൻ്റെ A ആണ് ഞാൻ യൂസ് ചെയ്തത്, Ctrl+Shift+A. ഓക്കെ, ലിങ്കിന് നമുക്ക് ഷോർട്ട് കട്ട് കൊടുക്കുന്നില്ല, കാരണം നമ്മൾ യൂസിങ് കുറവാണ്. സോ ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒന്ന് ലിങ്ക് കൊടുത്താൽ മതി. എപ്പോഴും യൂസ് ചെയ്യാനാണ് ഈ അപ്പൻഡിങ്, സോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൊടുത്തത്. പിന്നെ നമുക്ക് ഈ ഒരു ഓട്ടോമാറ്റിക്കലി പാക്ക് റിസോഴ്സ് എന്നില്ല, അത് ഓണാക്കിയിട്ട്, അത് നല്ലതാണ്. സോ അത് ഞാൻ ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അത് ഓണാണ് ഇപ്പോൾ. ഇനി ഞാൻ ബാക്കപ്പിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ പ്രിഫറൻസ് ഒന്ന് ബാക്കപ്പ് ചെയ്യാൻ, സേവ് ചെയ്യാണ്. സോ അതിന് വേണ്ടിയിട്ട് വീണ്ടും സേവ് പ്രിഫറൻസ് കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഇത്ര കാര്യം ചെയ്ത സ്ഥിതിക്ക് എന്തായാലും ഒന്ന് ഡിഫോൾട്ടിൽ വന്നിട്ട് സേവ് സ്റ്റാർട്ടപ്പ് ഫയലും കൂടി കൊടുക്കുന്നു. ഈ സ്റ്റാർട്ടപ്പ് ഫയൽ ചെയ്യുന്നത് നമ്മൾ വ്യൂ പോർട്ട് അപ്ഡേറ്റ് ചെയ്യാനും മറ്റേത് നമ്മൾ ഷോർട്ട് കട്ട്സും എഡിറ്റിംഗ് നമ്മൾ സെറ്റിങ്സ് അപ്ഡേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ ഇവിടെ സംസാരിക്കാം. അതിന് മുന്നിട്ട് ടോപ്പിൽ സംസാരിക്കും. ഇപ്പോൾ ലേഔട്ടും മോഡലിംഗും ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ലേഔട്ടിലോ മോഡലിങ്ങിലോ നമ്മൾ ഇൻ്റർഫേസ് നമ്മൾ ഇഷ്ടത്തിന് ചേഞ്ച് വരുത്താം. അപ്പോൾ ഞാൻ ലേഔട്ടാണ് ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിനുശേഷം നമുക്ക് സ്കൾപ്റ്റിംഗ് വരുന്നത് നമ്മൾ അത്ര യൂസിങ് അല്ല. സോ ഇത് തൽക്കാലം ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഇത് ഡിലീറ്റ് ആയാലും നമുക്കിത് ആക്സസ് ചെയ്യാൻ പറ്റും, ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, ലേഔട്ടും മോഡലിംഗ് നമുക്ക് ആവശ്യമുണ്ട്. UV എഡിറ്റിംഗ് നമുക്ക് ഇരിക്കട്ടെ, ടെക്സ്ചർ പെയിൻറ് നമുക്ക് ആവശ്യമില്ല. സോ യൂസിങ് കുറവാണ്, അതുകൊണ്ടാണ്. ഷെയ്ഡിങ്ങും നമ്മൾ വല്ലപ്പോഴും യൂസ് ചെയ്യുന്നത്, സോ അവിടെ ഇരുന്നോട്ടെ. നെക്സ്റ്റ് ആനിമേഷനിൽ നമുക്ക് യൂസിങ് അല്പം കുറവാണ്, സോ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യുന്നു. റെൻഡറിങ് നമ്മൾ ഓഫ് ചെയ്യുന്നു. കമ്പോസിറ്റിങ് നമുക്ക് ആവശ്യമുള്ളതാണ്, എന്നാലും നമ്മൾ യൂസിങ് കുറവാണ്. സോ
ഇരിക്കട്ടെ, കുഴപ്പമില്ല. ഇത് നമുക്ക് വേണമെന്നില്ല. ജിയോമെട്രിനോട് അത് കളഞ്ഞു, സ്ക്രിപ്റ്റിംഗ് കളഞ്ഞു. ഓക്കെ, ഇനി ഇതെങ്ങനെ കൊണ്ടുവരാൻ വെച്ചാൽ പ്ലസ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇതെല്ലാം ഇതിനുള്ളിൽ തന്നെ ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. ഓക്കെ, ഇത്ര നമ്മൾ ലേഔട്ടിലേക്ക് റിട്ടേൺ വന്നു. ഓക്കെ, അപ്പോൾ ഈ മുകളിലത്തെ കാര്യം നമ്മൾ സംസാരിച്ചു. നെക്സ്റ്റ് ഇവിടെ ഗ്ലോബലി കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ മാറ്റുന്നില്ല. ഇവിടെ നമ്മൾ സ്നാപ്പിംഗ് ഓൺ ആക്കുക, സ്നാപ്പാണ് അപ്പോൾ എപ്പോഴും ഓൺ ആക്കിയിടുന്നതാണ് ബെറ്റർ. ഈ സ്നാപ്പിൻ്റെ സെറ്റിംഗ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വെർട്ടെക്സ് ഉണ്ട്, അത് ഓണാക്കി. റൊട്ടേറ്റും സ്കെയിലും കൂടി ഓണാക്കി, 3 ഓണാക്കിയിട്ടുണ്ട്. വേറെ നമ്മൾ ചേഞ്ച് ഒന്നും വരുത്തുന്നില്ല. വേറെ ഒന്നും നമ്മൾ ചേഞ്ച് ചെയ്തിട്ടില്ല, വെർട്ടെക്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ക്ലോസസ്റ്റ് ഫസ്റ്റേ ഉള്ളതാണ്, അത് നമ്മൾ മാറ്റുന്നില്ല. ഓക്കെ, ഇതിലെല്ലാം നമ്മൾ ഓക്കെയാണ് ഓൾമോസ്റ്റ്. നെക്സ്റ്റ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഫസ്റ്റ് കാണുന്ന ഈ ഭാഗത്ത് നാവിഗേറ്റ് എന്നുള്ളത് ഓഫ് ചെയ്യുക. അതുപോലെ ഇവിടെ മൂവ് മാത്രം ഓണാക്കുക. ഓക്കെ, അപ്പോൾ നമുക്കൊരു സംഭവം കിട്ടിയിട്ടുണ്ടോ, ആക്സസ് പോലെ, അത് ഓണാക്കുക. ഗിസ്മോ എന്ന സംഭവം, നമ്മൾ ഈ ഗിസ്മോ നമ്മളിപ്പോൾ ഓണാക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഓവർലേസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്രിഡും ഫ്ലോറും ഓഫ് ചെയ്യുക, ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അത് പോകാൻ. പിന്നെ നമുക്ക് എന്തെങ്കിലും നിങ്ങളെ പേഴ്സണൽ ചോയ്സ് പോലെ നിങ്ങളിത് വേണ്ട രീതിയിൽ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട് ആവശ്യമുള്ള ചൂസ് ചെയ്യുക, വേണ്ടാത്ത ഒഴിവാക്കാം. ഓക്കെ, പിന്നെ നെക്സ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ലാസ്റ്റ് പാർട്ട്, അതായത് ഈ സോളിഡിൻ്റെ എഡിറ്റിംഗ് ആണ് ഇവിടെ ഈ ആരോയിൽ കാണുന്നത്. ഞാൻ ക്യാവിറ്റി ഓൺ ആക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഇവിടെ ടെക്സ്ചർ ഓൺ ആക്കുന്നുണ്ട്. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെയാണ്, നിങ്ങൾ വേണം എന്നുണ്ടെങ്കിൽ മാത്രം ഓൺ ആക്കിയിടുക. ഓക്കെ, പിന്നെ നമ്മൾ മെറ്റൽ വ്യൂ എന്ന ഭാഗം, ഈ ഭാഗം ഉണ്ട്, ക്ലിക്ക് ചെയ്യുന്നു. ഇതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് ഇതിലെന്തെങ്കിലും ഓൺ ആക്കാണ്ടോ ഓഫ് ആക്കണ്ടോ, നമുക്ക് വേണമെങ്കിൽ സീനും ലൈറ്റ് ഓൺ ആക്കിയാണെങ്കിൽ ഓൺ ആക്കിയിടാം. ഇത് രണ്ട് ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ റെൻഡറിങ്ങിലേക്ക് വരുന്നു, മൂന്നാമത്തെ. അതിലും വീണ്ടും ഈ ആരോ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിൽ നമ്മൾ മാറ്റം വരുത്തുന്നില്ല. യെസ്, മാറ്റം വരുത്തുന്നുണ്ട്. ഇത് നമ്മൾ ഈ ക്യാമറ ആൾവേസ് ഉണ്ട്, അപ്പോൾ ഞാനിവിടെ ആൾവേസ് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്താ ഏതാന്നുള്ളതെല്ലാം നമ്മുടെ ക്ലാസ്സുകളിലുണ്ട്, തുറന്ന ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുവല്ലോ. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബാക്കപ്പ് എന്ന രീതിയിൽ ഇവിടെ വരുന്നു, ഡിഫോൾട്ടിൽ വരുന്നു, സേവ് സ്റ്റാർട്ടർ ഫയൽ എടുക്കുന്നു, ഓവറൈറ്റ് എടുക്കുന്നു. അതുപോലെ എഡിറ്റിൽ വരുന്നു, പ്രിഫറൻസിൽ വരുന്നു, സേവ് പ്രിഫറൻസ്. ഓക്കെ, അത് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഔട്ട്ലൈനറിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട്. സോ ഔട്ട്ലൈനറിൽ നമുക്ക് ഇവിടെ ഇങ്ങോട്ട് ഈ അടുത്തേക്ക് ഈ ഒരു കോർണറിലേക്ക് വന്നാൽ ഇവിടെ നമ്മൾ മൗസ് പ്ലസ് ആയി മാറാം, പ്ലസിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഡ്രാഗ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് 2 ഔട്ട്ലൈനർ ആവും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്നുകൂടി വലുതായി കാണാൻ വേണ്ടിയിട്ട് ഒന്നിങ്ങനെ ഡ്രാഗ് ചെയ്ത് നീക്കാം. സോ 2 ഔട്ട്ലൈനർ ഉണ്ട്. അതിൽ നമുക്ക് ഈ ഒരു ഭാഗത്താണ് കുറച്ച് ചേഞ്ച് ചെയ്യാനുള്ളത്. സോ അതിലിവിടെ വന്നിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, മൗസ് ഒന്ന് സ്ക്രോൾ ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം കിട്ടും. ഇത് രണ്ടും നമ്മൾ ഓഫ് ചെയ്യണം. ഓക്കെ, ഇതിൽ ഈ ഒരു ഇത് മാത്രം മതി. അതുപോലെ തന്നെ ഇവിടെ ഒബ്ജക്ട്സ് ഓഫ് ചെയ്യണം. സോ നമുക്ക് ഈ ഒരു ഭാഗം മാത്രം കിട്ടി. ഇത്രയും നമുക്ക് അവിടെ ചേഞ്ച് ചെയ്യാനുള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഫിൽറ്റർ ക്ലിക്ക് ചെയ്യുന്നു. ഇതിൽ ഈ രണ്ടാമത്തെ ഓൺ ആക്കിയിട്ട് ബാക്കിയൊക്കെ അങ്ങനത്തെ നിർത്തുന്നു. പിന്നെ നമുക്ക് ഒരു 3-4 കളക്ഷൻസ് ഇവിടെ വേണം. കളക്ഷൻ എന്താണെന്നുള്ള എല്ലാം നമ്മുടെ ക്ലാസ്സിൽ പറയുന്നുണ്ട്. സോ ഞാനിവിടെ ഈ ഒരു റൗണ്ട്, ഈ ഒരു സെലക്ഷൻ്റെ ഒരു ഐക്കൺ കാണല്ലേ, ആ ഐക്കൺ ഞാൻ മുകളിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും. അപ്പം അങ്ങോട്ട് പോയി. ഇനി ഞാൻ ഇവിടെ ഈ ലാസ്റ്റിലേക്ക് വന്ന ഇവിടെ ഒരു ഐക്കൺ ഉണ്ട്, പുതിയ ഫോൾഡറോ അല്ലെങ്കിൽ പുതിയ കളക്ഷനോ കൊണ്ടുവരുന്നത്. ന്യൂ കളക്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഒരു പുതിയ കളക്ഷൻ വന്നിട്ടുണ്ട്. അത് ഞാൻ പേരിട്ടിട്ട് ഇപ്പോൾ ഈ രണ്ടിന് പേര് മാറ്റാൻ പോകുന്നു. ഫസ്റ്റത്തിന് ഞാൻ പ്ലാൻ എന്ന് പേരിടുന്നു, പ്ലാൻ. അപ്പോൾ നമ്മൾ ഒരു പ്ലാൻ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ആ പ്ലാൻ നമുക്ക് അതിൽ സേവ് ചെയ്യാം. സോ പ്ലാൻ എന്നിട്ട് രണ്ടാമത്തെ നമുക്ക് കളക്ഷനിൽ വന്നു കഴിഞ്ഞാൽ പേര് മാറ്റിയിട്ട് ബാക്കപ്പ് നിറുന്നു. ഒരു ബാക്കപ്പ് ചെയ്യാനൊക്കെ ഏറ്റവും യൂസ് ചെയ്യാം. അടുത്ത് ഞാൻ പുതിയ ഫോൾഡർ ഉണ്ടാക്കാൻ ഇത് ക്ലിക്ക് ചെയ്യുന്നതിന് പകരം ഞാൻ ഇതിനൊരു ഷോർട്ട് കട്ട് ഉണ്ടാക്കുന്നു. അതിന് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, അസൈൻ ഷോർട്ട് കട്ട് എടുക്കുന്നു, Ctrl+Shift+N ക്ലിക്ക് ചെയ്യുന്നു. Ctrl+Shift+N ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഞാൻ ഇവിടെ വന്നിട്ട് ജസ്റ്റ് Ctrl+Shift+N ക്ലിക്ക് ചെയ്താൽ ന്യൂ ഫോൾഡർ ഉണ്ടാവും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സെലക്ഷൻ എവിടെ കിടക്കുന്നത് അതിലാണ് ഉണ്ടാവുക. സോ ഞാൻ ഈ സെലക്ഷൻ ഇവിടെ കൊണ്ടുപോയി വീണ്ടും ക്ലിക്ക് ചെയ്യുന്നു, ഇനി Ctrl+Shift+N ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് പുതിയ ഫോൾഡർ ഇവിടെ ഉണ്ടായി. ഇതിന് പേര് മാറ്റിയിട്ട് ക്യാമറ അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഇവിടെ സ്ട്രക്ചറോ അല്ലെങ്കിൽ ക്യാമറ, ഇതിൽ ഏത് ഫോൾഡർ ഉണ്ടായാലും രണ്ടും ആവശ്യമുള്ളതാണ്. സോ ക്യാമറാസ് എന്ന് പേരിടുന്നു. ക്യാമറകളൊക്കെ നമുക്ക് ഇവിടെ സേവ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ലൈറ്റ്സിന് വേണമെങ്കിൽ വേറെ ഫോൾഡർ ഉണ്ടാക്കാം. എങ്ങനെ ഉണ്ടാക്കണമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു മെയിൻ ഏരിയയിൽ ഉണ്ടാക്കണം. സോ അഥവാ നമ്മൾ ഇതിനുള്ളിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് കാണിക്കാം. Ctrl+Shift+N പുതിയൊരു ഫോൾഡർ ഉണ്ടാക്കി, അതിപ്പോൾ ഈ ക്യാമറയുടെ ഉള്ളിലാണ്. സോ ഞാൻ പേര് മാറ്റി ലൈറ്റ്സ് എന്ന് പറഞ്ഞ് പേരിട്ടു. ആ ലൈറ്റ്സ് നിങ്ങൾ അഥവാ പുറത്ത് നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് പുറത്ത് കൊണ്ടുവരും. ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് ഇതിൻ്റെ ഇടയിൽ അവിടെ നിന്ന് കൊണ്ടുവച്ചാൽ മതി. ഓക്കെ, താഴേക്ക് വേണമെങ്കിൽ താഴെ കൊണ്ടുവെക്കാം. ഇത്രയും കാര്യം ചെയ്ത് എന്തായാലും ഈ സെലക്ഷൻ ഇവിടെ ആണെങ്കിൽ അതിനുള്ളിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ മെയിൻ ഫോൾഡർ ആയിട്ട് തന്നെ വരും. Ctrl+Shift+N. ഓക്കെ, നമുക്കിപ്പോൾ ഒരു സ്ട്രക്ചർ പറഞ്ഞൊരു സംഭവത്തിന് ഉണ്ടാക്കാം. പിന്നെ നമുക്ക് വേറെ ബാക്കപ്പ് ഉണ്ട്, പ്ലാൻ ഉണ്ട്, ക്യാമറാസായി, സ്ട്രക്ചറായി, ലൈറ്റ്സുമായി. ഇനി നമുക്ക് വേണമെങ്കിൽ വേറെ ഫോൾഡറിൻ്റെ ആവശ്യമുണ്ടോ, ഡെക്കേഴ്സ് പറഞ്ഞിട്ട് വേറെ ഒന്ന് വേണമെങ്കിൽ ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ഞാനൊരു 2 ഫോൾഡറും കൂടെ എക്സ്ട്രാ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഒരെണ്ണം സ്ട്രക്ചറോ അല്ലെങ്കിൽ എലിവേഷനോ എന്ത് വേണമെങ്കിലും കൊടുക്കാം പേര്. സ്ട്രക്ചർ മോഡൽ എന്ന് കൊടുക്കാം. പിന്നെ
ഞാൻ മോഡൽ നാക്കുന്നു, ചേഞ്ച് വരുത്തുന്നു, മോഡൽ. ഓക്കെ, പിന്നെ നമുക്ക് ധാരാളം നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഇഷ്ടംപോലെ ഫോൾഡേഴ്സ് എക്സ്ട്രാ വരും. ഇപ്പം നിലവിൽ നിങ്ങൾ ഡിഫോൾട്ടായിട്ട് വെക്കേണ്ട കുറച്ച് സാധനങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ നമ്മൾ എന്നപ്പോൾ പറഞ്ഞത് മോഡലും സ്ട്രക്ചറും പിന്നെ അതുപോലെ ലൈറ്റ് പറഞ്ഞു, ഡെക്കർ, DECOR. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡെക്കർ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ കൊണ്ടുവെക്കണം. നിങ്ങൾ ഇഷ്ടമുള്ള രീതിയിൽ എവിടെ വേണമെങ്കിലും വെക്കാം. ഇനി നമുക്ക് ഇതിനൊക്കെ ഓരോ കളർ കൊടുക്കാം. അപ്പോൾ പ്ലാൻ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഒരു ഗ്രീൻ കൊടുത്തു, ഇതിന് ഞാൻ യെല്ലോ കൊടുത്തു, നെക്സ്റ്റ് ഞാനൊരു ഓറഞ്ച് കൊടുത്തു. നമുക്ക് ഈ ഒരു പാറ്റേൺ തന്നെ പിടിക്കാം, റെഡ് കൊടുത്തു. ഓക്കെ, ക്യാമറ. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഇതിൽ ഇത് കൊടുക്കുന്നു, ലൈറ്റിന് ഇതിൽ പിങ്കും കൊടുക്കുന്നു. ആക്ച്വലി എൻ്റെ പ്രിഫറൻസ് അനുസരിച്ചിട്ട് പിങ്ക് കൊടുക്കാം. ഓക്കെ, ഇത്രയും കാര്യം നമ്മൾ സെറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം സെറ്റ് ചെയ്തു. ഇനി ഈ ഒരു സംഭവങ്ങൾ നമുക്ക് വേണ്ട. ആക്ച്വലി അതിൽ ക്യൂബ് മാത്രം അവിടെ നിർത്തി ബാക്ക്ഗ്രൗണ്ട് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾ ചെയ്തിട്ട് ഇത്രയും കാര്യം ചെയ്യുന്നല്ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് പാർട്ടിലേക്ക് വരാം. അതിൻ്റെ മുമ്പ് നമുക്ക് ഔട്ട്ലൈനറിൽ കുറച്ചും കാര്യങ്ങൾ സെറ്റ് ചെയ്യാണ്ട്. സോ അതിന് വേണ്ടിയിട്ട് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, റൈറ്റ് ക്ലിക്കിൽ ഞാനിപ്പോൾ ഉണ്ടാക്കിയ ഷോർട്ട് കട്ട് ഇവിടെ കാണാൻ പറ്റും. ന്യൂവിന് Ctrl+Shift+N. നെക്സ്റ്റ് നമുക്ക് ഡിലീറ്റ് ഹൈറാർക്കി ഒരു ഷോർട്ട് കട്ട് വേണം. സോ കൺട്രോളിൽ അസൈൻ ഷോർട്ട് കട്ട് കൊടുക്കുന്നു, Ctrl+X. ഓക്കെ, അസൈൻ ഷോർട്ട് കട്ട് Ctrl+X കൊടുത്തു. നെക്സ്റ്റ് നമുക്ക് ഷോർട്ട് കട്ടിൻ്റെ വല്ല ആവശ്യങ്ങളുണ്ടോ? ഇല്ല, നിലവിൽ നമുക്കിവിടെ ഷോർട്ട് കട്ട്സിൻ്റെ ആവശ്യം കാണുന്നില്ല. ഓക്കെ, അതുപോലെ ഞാൻ പുറത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ഷോർട്ട് കട്ട്സിൻ്റെ ആവശ്യമുണ്ടോ ചെക്ക് ചെയ്യണം. ഇല്ല, രണ്ട് മെനു ആണ്. സോ ദാറ്റ്സ് വൈ ഐ സെർച്ച് ലൈക്ക് ദാറ്റ്. ഇനി നമുക്ക് ഈ ടൂളിനോട് ക്ലിക്ക് ചെയ്തിട്ട് അതിനോട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ടും ചെക്ക് ചെയ്യാം. നമുക്ക് ഷോർട്ട് കട്ട്സ് ഓക്കെ ഇല്ല, സെലക്ട് ചെയ്ത് ഉണ്ട്. അതായത് ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അസൈൻ ഷോർട്ട് എടുക്കുന്നു. ഞാനിവിടെ കൺട്രോൾ ഹോൾഡ് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൈറ്റ് മൗസ് ബട്ടൺ. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഈ ഐ തിങ്ക് ഞാൻ ഇവിടെ നോക്കട്ടെ, ചെക്ക് ചെയ്തോട്ടെ. പിന്നെ കൊടുത്ത ഐറ്റം മാറിയിട്ടുണ്ട്, സെലക്ട് ചെയ്താക്കി ചെക്ക് അഗൈൻ. ഇപ്പോൾ ഇത് സെലക്ട് ആണോ അല്ലെന്ന് അറിയാൻ ഇവിടെ നമ്മളൊരു സംഭവം ഓൺ ആക്കിയിട്ടുണ്ടാവണം. ഓക്കെ, ഇത് ഓൺ ആണോ ഓഫ് ആണോ? യെസ്, ഔട്ട്ലൈൻ സെലക്ട്. അതായത് ക്ലിക്ക് ചെയ്താൽ സെലക്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് ഓഫ് ആണെങ്കിൽ നമ്മൾ കാണൂല. അതായത് ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് ആണോ അല്ലെന്ന് കാണൂല. സോ ഇവിടെ നമുക്കത് ഓൺ ആയതുകൊണ്ട് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഡിലീറ്റ് ഞാൻ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കളക്ഷനോട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കൺട്രോൾ ഹോൾഡ് ചെയ്തിട്ട് എൻ്റെ റൈറ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് സെലക്ട് ആവുന്നില്ല. അതാവേണ്ടതാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഞാൻ ക്ലിക്ക് ചെയ്ത സംഭവം, അതായത് ഞാൻ കൊടുത്ത സംഭവം മാറിപ്പോയതാണ്. സെലക്ട് ഹൈറാർക്കി അല്ല, ഞാൻ റിമൂവ് ഷോർട്ട് കട്ട് കൊടുത്തു. എന്നിട്ട് ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഫോൾഡറിന് മുകളിൽ കളക്ഷന് മുകളിൽ. എന്നിട്ട് ഇതിൽ സെലക്ട് ഒബ്ജക്ട്സ്. ഓക്കെ, അതാണെന്ന് വിശ്വസിക്കുന്നു. സോ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, അസൈൻ ഷോർട്ട് കൊടുക്കുന്നു, കൺട്രോൾ റൈറ്റ് മൗസ് ബട്ടൺ. ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്തോട്ടെ. ഇതിനോട് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. യെസ്, ഫങ്ഷണലി വർക്കിംഗ് ആണ്. സോ ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യം ചെയ്ത് കഴിഞ്ഞാൽ തൽക്കാലം ഒന്ന് സേവ് ചെയ്യുന്നുണ്ട്. പ്രിഫറൻസ് വരുന്നു, ഫയൽ, സേവ് പ്രിഫറൻസ്. ഓക്കെ, അത് ചെയ്തു. ഓക്കെ, ഓട്ടോ നമുക്ക് സ്കെച്ചപ്പിൻ്റെ വ്യൂ പോർട്ട് ഡിഫോൾട്ടും നമുക്ക് എന്ത് ചെയ്യാം, സേവ് സ്റ്റാർട്ടർ ഫയലിട്ട് ഓവറൈറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതും സേവ് ആയി അല്ലേ? ഒന്ന് റിട്ടേൺ ചെക്ക് ചെയ്യുന്നു. ഓക്കെ, ഞാൻ ഇതിൽ ഈ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കുന്നു. എക്സ്റ്റേണൽ ഇത് ടിക്ക് ഓൺ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം നമ്മൾ ചെയ്തു. നെക്സ്റ്റ് നമുക്ക് ഇനി അഡീഷണൽ ഇതിൽ ഒന്ന് ആഡ് ചെയ്യാനെന്ന് തോന്നുന്നു. ഓക്കെ, ഓൾമോസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സെറ്റാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഈ ഒരു പാർട്ടിലേക്ക് വരാം. ഇതിൽ നമുക്ക് ഇങ്ങോട്ട് ടൂൾ ഉണ്ട്. ഇവിടെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ല. ഇവിടെ നമ്മൾ EV മാറ്റിയിട്ട് സൈക്കിൾസ് കൊടുക്കുന്നു. ഇതിൽ CP മാറ്റി GP ആക്കുന്നു. വേറെ അവിടെ ചേഞ്ച് ഒന്നും വരുന്നില്ല. പിന്നെ ഇവിടെ നോയ്സ് ത്രെഷോൾഡ് ഇത് ഓക്കെ, മാറ്റണ്ട. ഇത് നമുക്ക് വേണമെങ്കിൽ മാക്സ് സാമ്പിൾസിൽ ഒരു വ്യൂ പോർട്ട് റെൻഡർ ആയതുകൊണ്ട് നമുക്കൊരു 70 ഒക്കെ മതി. നിങ്ങൾക്ക് പിന്നീട് മാറ്റാം. ഇപ്പോൾ തൽക്കാലം ഇതുപോലെ ചെയ്യുന്നത്. പിന്നെ ഡീനോയ്സും ഓണാക്കാം. അവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു സ്റ്റാർട്ടിങ് ഒരു 20 ഒക്കെ കൊടുക്കാം. 20 or 10, 15, 10 കൊടുക്കുന്നു. ഓക്കെ, സോറി, എനിക്ക് തോന്നുന്നത് ഒരു 20 കൊടുക്കാം. ഓക്കെ, ഇതെന്താ സംഭവം എന്നൊക്കെ നിങ്ങൾക്ക് പിന്നെ നമ്മുടെ ക്ലാസ് കാണുമ്പോൾ മനസ്സിലാവും. ഓട്ടോമാറ്റിക് ആൽബർട്ട് ഫാസ്റ്റ് ബാലൻസ്ഡ്. ഓക്കെ, ഇത്രയും കാര്യം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ മാറ്റം വരുത്തുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, യൂസ് GP ഓക്കെയാണ്. റെൻഡറിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇതിൽ നമുക്ക് 0.3 കൊടുക്കാം.
1 ആയിരുന്നു, ഇവിടെ നമ്മൾ 3 ആക്കി. ജസ്റ്റ് ബാക്ക് സ്പേസ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് റീസെറ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇവിടെ 1 ആയിരുന്നു, ഞാൻ 0 3 തന്നെ കൊടുത്തു. പിന്നെ ഈ നമ്പർ മാറ്റി നമുക്ക് ജസ്റ്റ് ഒരു 120 കൊടുത്താൽ മതി. ഇതിൽ ടൈം ലിമിറ്റ് ഒന്നും മാറ്റണ്ട. ഓക്കെ, ഇത്ര ഓക്കെയാണ്. മാക്സ് നമ്മൾ 120, ഓക്കെ, ഒരു 150 എടുത്താലും ഓക്കെയാണ്. ഓക്കെ, നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ഞാൻ പിന്നീട് ക്ലാസ്സിൽ പറയുന്നുണ്ട്. യൂസ് GPU യെസ് ഇവിടെ കൊടുക്കണം, വേറെ നമ്മളിവിടെ ചേഞ്ച് വരുത്തുന്നില്ല. പിന്നെ ലൈറ്റ്സ് കാര്യങ്ങളൊന്നും മാറ്റം വരുന്നില്ല, അഡ്വാൻസ് മാറ്റം വരുത്തുന്നില്ല. ലൈറ്റ് പാത്ത് തൽക്കാലം ഓക്കെയാണ്, തൽക്കാലം ഓക്കെയാണ്. യെസ്, ഇവിടെയൊക്കെ എല്ലാം ഓക്കെയാണ്. വോളിയം കർവ് ഓക്കെയാണ്, പ്രശ്നമല്ല. സിംപ്ലൈ ഓക്കെ, ഫിലിമിൽ ഓക്കെയാണ്, പെർഫോമൻസ് ഓക്കെ. ഓക്കെ, ഇതിലൊക്കെ നമ്മൾ ആക്ച്വലി ചേഞ്ചസ് സെറ്റിങ്സ് ഒക്കെ ചേഞ്ച് വരുത്തുന്നുണ്ട്, ഓരോ പ്രൊജക്റ്റിനനുസരിച്ച് ചെറിയ ചെറിയ ചേഞ്ചസ് വരുന്നുണ്ട്. പക്ഷെ ഇപ്പം ഡിഫോൾട്ട്ലി നമ്മൾ അധികം എല്ലാത്തിലും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സെറ്റിങ്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. ലാസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ AGX മാറ്റി ഫിലിമിക് ആക്കാം. ഇതിൽ നമുക്കൊരു മീഡിയം ഹൈ കോൺട്രാസ്റ്റ് എടുക്കാം. ഇവിടെ ഒരു പോയിന്റ്, പോയിന്റ് അല്ല, യെസ്, 0.3 ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് ലാസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ വൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും നമ്മൾ മാറ്റം വരുന്നില്ല. വൈറ്റ് ബാലൻസ് ഇപ്പോൾ തൽക്കാലം ചെയ്യുന്നില്ല. ഓക്കെ, ഇത്ര കാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി നമുക്ക് എഡിറ്റ് പ്രിഫറൻസിൽ വന്നിട്ട് സേവ് ചെയ്യാം. അതുകൂടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഡിഫോൾട്ട് വ്യൂ പോർട്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, വ്യൂ പോർട്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇവിടെ നമ്മൾ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ ഇവിടെ എക്സ്ട്രാ 2 കോളം കൂടി കൊണ്ടുവരാം. അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കോർണറിലേക്ക് വന്നാൽ പ്ലസ് വരും, പ്ലസ് ഇങ്ങ് ഡ്രാഗ് ചെയ്യാം. വീണ്ടും നമുക്ക് ഒന്നുകൂടിയും കൊണ്ടുവരാം. സോ മുകളിലേക്ക് ഡ്രാഗ് ചെയ്യുന്നു. ഇതിന് ഞാൻ എൻ്റെ ഷെയ്ഡ് എഡിറ്റർ ആയിട്ട് തൽക്കാലം യൂസ് ചെയ്യാണ്. സോ ഷെയ്ഡ് എഡിറ്റർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ വേൾഡ് ക്ലിക്ക് ചെയ്യുക. വേൾഡ് ക്ലിക്ക് ചെയ്തിട്ട് യെസ്, ഇതിൽ ഈ ഒരു ആരോ മാർക്കിലേക്ക്, ഈ ഒരു ഗ്ലോബിലേക്ക് വരിക. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് പിക്ക് ചെയ്യാൻ പറ്റും. ഇത് പിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കൈ ടെക്സ്ചർ എന്ന സംഭവം കാണാം, അത് ഓണാക്കി ഇടാം. അത് ഓണാക്കി കഴിഞ്ഞാൽ അവിടെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ടാവും. തൽക്കാലം ഇതിങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെ യൂണിറ്റ്സ് മാറ്റാണ്ട്. ഇവിടെ യൂണിറ്റ്സിൽ മീട്രിക് ഓക്കെയാണ്. ഇവിടെ മീറ്റർ മാറ്റിയിട്ട് വേണമെങ്കിൽ നിങ്ങളെ ഇഷ്ടമുള്ള ഏതെങ്കിലും സെൻറ്റിമീറ്റർ ആണെങ്കിൽ സെൻറ്റിമീറ്റർ കീപ്പ് ചെയ്യാം. വേറെ ഇവിടെ നമുക്ക് കാര്യമായിട്ട് മാറ്റമൊന്നുമില്ല. യൂണിറ്റ് സ്കെയിൽ സെൻറ്റിമീറ്റർ ഓക്കെ. പിന്നെ ഞാൻ ചെക്ക് ചെയ്യട്ടെ, ഇവിടെ നമുക്ക് ഓക്കെയാണ്. തൽക്കാലം സെറ്റിങ്സ് മാറ്റാനുള്ളത് തന്നെയാണ്. നിങ്ങൾ ഡിഫോൾട്ടായിട്ട് ഏതെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറ്റാം. 4K കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ തൽക്കാലം ഇതന്നെ കീപ്പ് ചെയ്യാണ്. ഇപ്പോൾ റെൻഡറിലുള്ള സെറ്റിങ്സ് നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നു. പ്രിന്റ് ഈ ഒരു ഭാഗത്ത് ഔട്ട്പുട്ട്, യെസ്, ഔട്ട്പുട്ടിൽ നിങ്ങൾക്ക് താഴെ വേണമെങ്കിൽ കാര്യം കൂടി പറയാം. നിങ്ങൾ ഡിഫോൾട്ടായിട്ട് നിങ്ങളൊരു ഫോൾഡറിലേക്കാണ് നിങ്ങൾ റെൻഡേഴ്സ് എടുത്ത് വെക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ആ ഫോൾഡർ ചൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ വർക്ക് എന്ന ഒരു ഫോൾഡറിലേക്കാണ് ഞാൻ കൊണ്ടുവരുന്നത് വെച്ചാൽ ജസ്റ്റ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ റെൻഡർ ചെയ്യുന്ന ഔട്ട്പുട്ടൊക്കെ ഇവിടെ വരും. സോ അതുകൊണ്ട് ഞാൻ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഏരിയയിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ നിങ്ങൾക്ക് JPG അല്ല PNG അല്ല JPG വേണ്ട വെച്ചാൽ JPG സെലക്ട് ചെയ്യുക, ചൂസ് ചെയ്യുക. ഓക്കെ, ഔട്ട്പുട്ടിൽ നമ്മൾ അത്ര കാര്യം ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നും മാറ്റാനില്ല. ഇത് നമ്മളിപ്പോൾ ഓൾറെഡി സംസാരിച്ചു, യൂണിറ്റ്സ് മാറ്റിയെന്ന് കഴിച്ച് മാറ്റി. ഓക്കെ, ഇത് ടെക്സ്ചർ, സ്കൈ ടെക്സ്ചർ കൊണ്ടുവന്ന് നമ്മളിപ്പോൾ പറഞ്ഞു. ഇവിടെ നമ്മളൊന്നും മാറ്റുന്നില്ല. ഓക്കെ, തൽക്കാലം ഇവിടെ ഒന്നും മാറ്റുന്നില്ല. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാം ഇവിടെ ഓക്കെയാണ്. ഇനി നമുക്ക് കുറച്ച് ആഡ് ഓൺസ് ഓണാക്കാണ്ട്. ഇപ്പോൾ നേരത്തെ ഞാൻ ഓണാക്കിയതിൽ കൂടെ എക്സ്ട്രാ പ്രിഫറൻസ് വന്നിട്ട് നമ്മുടെ ആഡ് ഓൺസിൽ വന്നിട്ട് സ്റ്റോർ വ്യൂ എന്നുള്ള സംഭവം സെർച്ച് ചെയ്യാണ്ട്. സ്റ്റോർ വ്യൂ, ഓക്കെ, വ്യൂ, ഐ തിങ്ക് സ്റ്റോർ വ്യൂ ആവില്ല, വ്യൂ എന്ന് സെർച്ച് ചെയ്താൽ കിട്ടുമോ കാണാമെന്നല്ല. എനിക്കൊന്ന് ഗെറ്റ് എക്സ്റ്റൻഷനിൽ വരണം. നിങ്ങൾ ഓൺലൈനിലാണത് നിലവിലുള്ളത്. സ്റ്റോർ, ഓക്കെ, സ്റ്റോർ വ്യൂസ് കണ്ടോ, സ്റ്റോർ വ്യൂസ് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, അത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്നെ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്റ്റോർ വ്യൂ എനിക്ക് വ്യൂവിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതാണ് സ്റ്റോർ വ്യൂ. അത് നിങ്ങൾ എന്ത് ചെയ്യണം, പിൻ ചെയ്താക്കണം. സോ അതിനോട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പിൻ കൊടുക്കുക, അപ്പോൾ പിൻ ആവും. അതുപോലെ നിങ്ങൾ ഈ കളക്ഷൻസിൽ വന്നിട്ട് കളക്ഷൻ ഓൺ ആക്കിയില്ലെങ്കിലും റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പിൻ ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമുക്കിത് മുകളിൽ കൊണ്ടാക്കാം. അതോടെ ഇന്നും നമുക്ക് ആക്സസ് ചെയ്യാം, ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണത്.
ഓക്കെ, ഇനി ഇതും ഈ വ്യൂ എന്നുള്ള ഭാഗത്ത് വ്യൂ എന്ന ഭാഗത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അത് ഓൺ ആയാലും ഓപ്പൺ ആയാണെങ്കിലും റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പിൻ ചെയ്യുക. ഓക്കെ, ഇത്രയും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എൻ പാനലാണ്, എൻ ക്ലിക്ക് ചെയ്താൽ ഓൺ ആയി വരും, ഓഫ് ചെയ്ത് തരും. ഓക്കെ, അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത്ര കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ഇനി നമുക്ക് കൂടുതൽ ചെയ്യാനുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് ഒരെണ്ണം ഇവിടെ പറയാം. ഇതിൽ റൈറ്റ് ക്ലിക്ക്, ഇവിടെ ഈ കോർണറിലേക്ക് വന്നിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു അസറ്റ് ലൈബ്രറി കിട്ടും. ഇവിടെ ഓൾ ലൈബ്രറീസ് മാറ്റി കറൻറ്റ് ഫയൽ എടുക്കുന്നു. ഓക്കെ, ജസ്റ്റ് ഇത്ര ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, പിന്നെ അതുപോലെ ഇതിൽ നമുക്ക് ഈ ഒരു ഭാഗം ഡ്രാഗ് ഔട്ട് ചെയ്ത് ഇങ്ങനെ ഒഴിവാക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്ത് വെക്കാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ബാക്കപ്പിന് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞത് ഫയൽ വരുന്നു, സേവ് സ്റ്റാർട്ടപ്പ് ഫയൽ കൊടുക്കുന്നു, ഓപ്പൺ. ഓക്കെ, ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോകാം. എനിക്കൊന്ന് ഇവിടെ എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, സെറ്റാണ്. ഇനി നമുക്ക് എഡിറ്റ് മോഡ് പറഞ്ഞ പാർട്ടുണ്ട്. അപ്പോൾ എഡിറ്റ് മോഡിലേക്ക് പോകുന്നു. എഡിറ്റ് മോഡിൽ നമുക്ക് ചെയ്യാനുള്ള കുറച്ച് ഷോർട്ട് കട്ടിൽ, ഒന്ന് നമ്മൾ ക്യൂ നേരത്തെ പറഞ്ഞ ക്വിക്ക് ഫേവറേറ്റ് ഇപ്പോൾ സെർച്ച് ചെയ്താലൊന്നും കാണില്ല. കാരണം എഡിറ്റ് മോഡിലും ഒബ്ജക്റ്റ് മോഡിലും രണ്ട് ക്വിക്ക് ഫേവറേറ്റ് ആണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം, പക്ഷേ എഡിറ്റ് മോഡിൽ വന്നു കഴിഞ്ഞാൽ ക്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണില്ല. സോ അതിൽ നമുക്ക് ഒന്ന് വരാനുള്ള ലിമിറ്റഡ് ഡിസോൾവ് എന്ന സംഭവമാണ്. അതുപോലെ നമുക്ക് എന്തായാലും ലിമിറ്റഡ് ഡിസോൾവ് ആഡ് ചെയ്യാനുണ്ട്. സോ ലിമിറ്റഡ് ഡിസോൾവ് ഉണ്ട്, വേറൊരു സംഭവം രണ്ടുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് ഓക്കെ, നമ്മളിപ്പോൾ ഒബ്ജക്റ്റ് മോഡിലാണ്. എഡിറ്റ് മോഡിൽ പോകുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി സെറ്റ് ചെയ്യാണ്ട്, കൺട്രോൾ യു എന്നൊരു സംഭവം ഷോർട്ട് കട്ട് സെറ്റ് ചെയ്യാണ്ട്. അത് ആക്ച്വലി പറയുകയാണെങ്കിൽ എഡിറ്റ് മോഡിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ഐ ഗസ്. സോ അത് ആക്ച്വലി അത് ഒബ്ജക്റ്റ് മോഡിലല്ല കേട്ടോ, എഡിറ്റ് മോഡിൽ തന്നെയാണ്. സോ ഞാൻ എഡിറ്റ് മോഡിലേക്ക് പോകുന്നു. എഡിറ്റ് മോഡ് പോയിട്ട് യു എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നു. യു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാജിക് യു എന്നൊരു ഷോർട്ട് കട്ടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അത് ആക്റ്റീവ് ആണോ അല്ലയോ എന്ന് സംശയം. യെസ്, ഈ UVW എന്നുള്ള സംഭവമല്ലേ, ഇതാണ് മാജിക് യുവിൻ്റെ ഷോർട്ട് കട്ട്. ഐ മീൻ പ്ലഗിൻ ആണ്, ആഡ് ഓണിൻ്റെ ഒരു ഭാഗമായിട്ട് വന്നത്. സോ ഇതിൽ ബോക്സിന് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അസൈൻ ഷോർട്ട് കട്ട് എടുക്കുന്നു. അതിന് കൺട്രോൾ യു എന്ന് കൊടുക്കുന്നു. സോ കൺട്രോൾ യു ക്ലിക്ക് കഴിഞ്ഞാൽ ബോക്സ് UV മാപ്പിംഗ് നടക്കും. ബെസ്റ്റ് പ്ലാനറിന് മുകളിൽ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ടു ക്വിക്ക് ഫേവറേറ്റ് കൊടുക്കുന്നു. അപ്പോൾ ക്യൂ ക്ലിക്ക് ചെയ്യുന്ന ബെസ്റ്റ് പ്ലാനർ വരും. ഓക്കെ, അതെന്താണെന്നുള്ളതെല്ലാം ക്ലാസ്സിൽ പറയും. നെക്സ്റ്റ് നമുക്ക് ലിമിറ്റഡ് ഡിസോൾവ് എന്ന സംഭവമുണ്ട്. അത് നമ്മൾ ഈ വ്യൂവിലാണോ മെഷിൽ വന്നു കഴിഞ്ഞാൽ, ക്ലീനപ്പിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ലിമിറ്റഡ് ഡിസോൾവ് എന്ന് കാണാം. അതും നമ്മൾ ആഡ് ടു ക്വിക്ക് ഫേവറേറ്റ് കൊടുക്കുന്നു. സോ അതും നമുക്ക് ക്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ മെർജിങ് പറഞ്ഞ സംഭവമുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെർജ് വരും. അതിൽ ബൈ ഡിസ്റ്റൻസിനോട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അസൈൻ ഷോർട്ട് കട്ട് കൊടുക്കുന്നു. അസൈൻ ഷോർട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ കൺട്രോൾ ഷിഫ്റ്റ് M ആണ് ഉദ്ദേശിക്കുന്നത്. സെയിം കൺട്രോൾ ഷിഫ്റ്റ് M നമ്മൾ ഒബ്ജക്റ്റ് മോഡിൽ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ടും ഇവിടെ യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് രണ്ട് ഫംഗ്ഷൻ വർക്ക് ചെയ്യും. കാരണം ഇത് എഡിറ്റ് മോഡും അത് ഒബ്ജക്റ്റ് മോഡുമാണ്. കൺട്രോൾ ഷിഫ്റ്റ് M ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഇവിടെ സെലക്ട് മിറർ എന്ന് പറഞ്ഞൊരു സംഭവം കാണുന്നുണ്ട്. സോ അതൊരു ഫംഗ്ഷനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഓൾറെഡി. സോ നമ്മളത് ഒഴിവാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിഫറൻസിലേക്ക് വരുന്നു, കീ മാപ്പിങ്ങിലേക്ക് വരുന്നു. ഇവിടെ നമ്മൾ കീ മാപ്പിൽ കൺട്രോൾ ഷിഫ്റ്റ് M ക്ലിക്ക് ചെയ്യും, പക്ഷെ ഒന്നും വരുന്നില്ല. സോ മിറർ ഞാൻ സെർച്ച് ചെയ്യുന്നു, MIRR. അത് എനിക്ക് തോന്നുന്നു നെയിമിൽ സെർച്ച് ചെയ്യണം, കീ മാപ്പിങ്ങിലല്ല. സോ നെയിം ക്ലിക്ക് ചെയ്യുന്നു. മിറർ സെർച്ച് ചെയ്തപ്പോൾ ഇവിടെ കുറേ സംഭവങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ നമ്മൾ മെഷ് പറഞ്ഞൊരു പാർട്ടിൽ ഇവിടെ കാണാം സെലക്ട് മിറർ. ഇതാണ് കൺട്രോൾ ഷിഫ്റ്റ് M. അപ്പോൾ ഇത് ഡീആക്റ്റീവ് ചെയ്യണം. അതിന് ടിക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ മതി. എന്നാൽ സേവ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ ലാസ്റ്റിൻ്റെ ഉള്ളിൽ കൺട്രോൾ ഷിഫ്റ്റ് M ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നും വരുന്നില്ല. സോ ആ ഒരു ഫംഗ്ഷൻ ഫ്രീ ആയി, ആ ഷോർട്ട് കട്ട് ഫ്രീ ആയി. സോ ആ ഷോർട്ട് കട്ട് നമ്മളിനി എമ്മിൽ ബൈ ഡിസ്റ്റൻസ് നമ്മൾ കൊടുക്കുകയാണ്. അസൈൻ ഷോർട്ട് കട്ട് കൺട്രോൾ ഷിഫ്റ്റ് M. ഓക്കെ, അപ്പോൾ ആ ഷോർട്ട് കട്ട് സെറ്റാണ്. എന്താണെന്നുള്ള മെർജിങ് എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി സംസാരിച്ചിട്ടുണ്ട് ക്ലാസ്സിൽ. ഇനിയും നമ്മളെ ക്ലാസ്സിൽ വരുന്നതാണ്. സോ ക്ലാസ് കാണാത്തവർ ക്ലാസ് കണ്ടാൽ ക്ലിയർ ആവും. ഓക്കെ, നമ്മൾ അത് കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ഷോർട്ട് കട്ട് കൺട്രോൾ യു നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, കൺട്രോൾ യു നമ്മൾ ഓൾറെഡി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കാര്യമായിട്ട് അങ്ങനെ ഒരു ഷോർട്ട് കട്ടിൻ്റെ സംഭവം വരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇനി ഓരോ ആഡ് ഓൺ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ പുതിയ ഷോർട്ട് കട്ട്സ് ആഡ് ചെയ്യും. അത്യാവശ്യം
കുറേ ആഡോൺസ് ഒക്കെ നമ്മളിതിന് ഓൾറെഡി നമ്മളിപ്പോൾ സംസാരിച്ചു. നമ്മളൊരു കസ്റ്റം ഇൻ്റർഫേസ് റെഡിയാണ്. ഇനി കുറച്ച് ആഡോൺസ് ആഡ് ചെയ്യുന്നത് കൂടെ നമ്മൾ പുതിയ ഷോർട്ട് കട്ട്സ് അതിന് മനസ്സിലാക്കും. ഇപ്പം നിലവിൽ നമ്മൾ അത്യാവശ്യം എല്ലാത്തിനും സെറ്റാണ്, എല്ലാം ഓക്കെയാണ്, എല്ലാം ഓക്കെയാണ്. സോ ഇത്ര നിങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് സെറ്റാണ്. ഇനി ഇതിനു മുമ്പ് നിങ്ങൾ ഇവിടെ ഒന്ന് വരിക, കാര്യങ്ങൾ അങ്ങനെ സെറ്റായിട്ട് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് നിർത്തിയിട്ട് ഇതൊക്കെ ഇങ്ങനെ കറക്റ്റ് നിർത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, വീണ്ടും ഇവിടെ വന്നിട്ട് യെസ് ഡിഫോൾട്ടിൽ വന്നിട്ട് സേവ് സ്റ്റാർട്ടർ ഫയൽ എടുക്കുന്നു, ഓവറൈറ്റ് എടുക്കുന്നു. ഓക്കെ ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ സെറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ പ്രിഫറൻസിൽ വരിക, സേവ് സ്റ്റാർട്ടർ ഫയൽ കൊടുക്കുക. ഓക്കെ അപ്പോൾ നമ്മുടെ ഇത് ഒന്നും കൂടി ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്, ഒന്ന് ക്ലീൻ ആയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു പുതിയ ഒരു ക്ലീൻ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമുള്ള ഒരു ഡിസ്പ്ലേ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി എന്തെങ്കിലും എക്സ്ട്രാ അഡീഷണൽ ഷോർട്ട് കട്ട്സ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ അത് പറയും. അപ്പോൾ അത്യാവശ്യം നമുക്ക് വേണ്ട ഒരു ഇൻ്റർഫേസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ആർക്കിടെക്ചർ വിഷ്വലൈസേഷന് വേണ്ടിയിട്ട്. ഇതിലൊരു കാര്യം കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ഭാഗത്താണത്. ഓക്കെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇൻ്റർഫേസ് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറേ അനാവശ്യമായിട്ട് കുറേ സംഭവങ്ങൾ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ അതൊക്കെ നമ്മൾ ഒഴിവാക്കണം. സോ അതിന് വേണ്ടിയിട്ട് വ്യൂവിൽ വരുന്നു, ടൂൾ സെറ്റിങ്സ് ഓഫ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് അവിടെ അത് ഓഫായി കിട്ടി. ഇനി അതുപോലെ ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് മൗസ് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പാർട്ട് വരുന്നതിൽ സ്റ്റാറ്റിക് സോൺ ആണോ അല്ല ടെക്സ്റ്റ് ഇൻഫോ ഓഫ് ചെയ്തു, അപ്പോൾ ഇത് പോയി. ഓക്കെ പിന്നെ നമുക്ക് ഇവിടെ ഈ ഒരു ഇതൊന്നും വേണ്ട, ഗിസ്മോ ഒന്നും വേണ്ട. സോ അതിന് വേണ്ടിയിട്ട് ഈ ഓവർലൈൻ ഓഫ് ചെയ്യുക നല്ലത്. ഓക്കെ അത് ഓഫ് ചെയ്തു. ഓക്കെ ഇനി ഗിസ്മോ ഓഫ് ചെയ്യണമെങ്കിൽ ഇപ്പുറത്തുള്ളത് ഓഫ് ചെയ്തു. അപ്പോൾ നമുക്ക് ക്ലീൻ ആയിട്ടൊരു ഏരിയ നമുക്ക് ഇവിടെ കിട്ടി ഇത് കാണാൻ. ഓക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ ഓണാക്കാം. നമ്മൾ ഏതായാലും ഓഫ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നത്. എത്ര കാര്യം കൂടി ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു തവണ കൂടി സേവ് സ്റ്റാർട്ടപ്പ് ഫയൽ കൊടുക്കുന്നു, അതുപോലെ തന്നെ എഡിറ്റിലേക്ക് വരുന്നു. ഇതൊരു ബാക്കപ്പിന് വേണ്ടി നല്ലതാണ്. ഓക്കെ നമ്മൾ ഒരിക്കൽ സേവ് വെച്ചാൽ പിന്നെ നമുക്കിത് വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല. സോ അതുകൊണ്ടാണ് നമ്മളിത് എപ്പോഴും ചെയ്ത് വെക്കുന്നത്. ഞാനൊന്ന് ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ബ്ലെൻഡർ ഓപ്പൺ ചെയ്യാം. ഓക്കെ ബ്ലെൻഡർ 4.5 ലോഡ് ആവുന്നുണ്ട്, ഓപ്പൺ ആയി. നമ്മൾ ചെയ്ത് വെച്ചെല്ലാം എടുക്കുന്നുണ്ട്. സോ ഇനി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റേണ്ട ആവശ്യമില്ല. സോ നമ്മൾ അത്യാവശ്യം നമ്മൾ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. യെസ് വേറെ ഒന്നും നമുക്ക് ഇതിൽ ആഡ് ചെയ്യാനില്ല. നിങ്ങൾക്ക് ഇനി ഭാവിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അത് അഡീഷണലി പറയും ക്ലാസ്സിൽ. ഓൾമോസ്റ്റ് 100% അല്ലെങ്കിൽ 99% നമ്മൾ ക്ലിയർ ആക്കിയെന്ന് വിശ്വസിക്കുന്നു. സോ താങ്ക് യു ഗൈസ്. ഇതുവരെ ഉള്ളതെല്ലാം ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ് കാണുമ്പോൾ വളരെ എളുപ്പമായിട്ട് നിങ്ങൾക്ക് ബാക്കിയെല്ലാം മനസ്സിലാവും. ഓക്കെ താങ്ക്സ് ലോട്ട്.